ചൂടിലേക്ക്. ഇരു മുന്നണികളും ആദ്യ പട്ടിക പുറത്തുവിട്ടു. ഗവൺമെന്റ് വിരുദ്ധ വികാരമില്ല. രണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് വിചാരിക്കരുത്. വലിയ വലിയ വിജയം നേടുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 90 സീറ്റിൽ കൂടുതൽ സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ടേം അധികാരത്തിൽ വരുന്നു. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിൽ അർത്ഥം ഈ MLA മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ജയിച്ച് കയറുന്നു തന്നെയല്ലേ? ചെസ് നമ്പർ 1 മോണോ ആക്ട് കലക്കി. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. ഒരു ഭരണം ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്ത കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത സർക്കാർ, അഴിമതിയില്ലാത്ത സർക്കാർ. പത്തനാപുരത്തല്ല ഞാൻ അവിടെ പോകാൻ, ഞാൻ പത്തനാപുരത്തുകാരനല്ലേ, ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. പത്തനാപുരത്തുകാരെ എനിക്ക് നല്ല വിശ്വാസമാണ്. സാറിന് വിശ്വാസം ഉണ്ട് എന്നെ? നിനക്ക് വിശ്വാസം ഉണ്ട് എന്നെ? പത്തനാപുരത്തല്ല ഞാൻ അവിടെ പോകാൻ, ഞാൻ പത്തനാപുരത്തുകാരനല്ലേ, ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. പത്തനാപുരത്തുകാരെ എനിക്ക് നല്ല വിശ്വാസമാണ്. പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, എനിക്ക് പത്തനാപുരത്തുകാരില്ലാതെയും പറ്റില്ല. എത്രയാണെന്നൊരു പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും 5000 താഴെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ 6000 ഉണ്ടായിരുന്നു, ഒരു തെരഞ്ഞെടുപ്പിൽ 3000 സംതിങ് ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും 5000 ഏതാണ്ട് ഈ റേഞ്ചിലൊക്കെ തന്നെ നിൽക്കും. എങ്ങനെയാണ് ഹാട്രിക് വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു? ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ഏതായാലും മാസം 4-ാം തീയതി ഇവിടെ വരണം. നമ്മളെല്ലാവരും പരിപാടി കണ്ടോ? മതി. എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക. എൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിച്ച് നിശ്ചയിച്ച ഒരു കണക്കുണ്ട്. അപ്പോൾ അത് ഏറെക്കുറെ മനസ്സിലുണ്ട്. അത് മികച്ച വിജയം LDF ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അത് ഞങ്ങളോട് പറഞ്ഞൂടെ എത്രയാണ് കണക്കെന്ന്? ഇനിയിപ്പോൾ എന്തായാലും നാളെ എല്ലാവരും അറിയുമല്ലോ. അല്ല, അത് ഗോവിന്ദ മാഷ് അന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല. ആ കണക്ക് തന്നെ എന്തായാലും 90 സീറ്റിൽ കൂടുതൽ സീറ്റോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം ടേം അധികാരത്തിൽ വരുന്നു. എന്നാലും വലിയ തൊള്ളിസ്റ്റോ ഇല്ല, സത്യം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ ന്യൂസ് 2014 ആരംഭിക്കുകയാണ്. പ്രഖ്യാപനങ്ങളും വിധിയെഴുത്തും കഴിഞ്ഞു. ഇനി വോട്ടെണ്ണൽ. കെ.പി. ഗണേഷ് കുമാറിനെ പിന്നിലാക്കിയിരിക്കുന്നു. ഇതാ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ പ്രണയതാരം കൊഴിഞ്ഞു വീഴുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ.പി. ഗണേഷ് കുമാർ ഇപ്പോൾ പിന്നിൽ പോകുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പത്തനാപുരത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ കോൺഫിഡൻസ്. ജനങ്ങൾ ഗണേഷ് കുമാറിന് നൽകുന്ന മറുപടി അതല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഗണേഷ് കുമാറിന് ഇത്രമേൽ വലിയൊരു തിരിച്ചടി അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പത്തനാപുരത്ത് ഇതാ കാലങ്ങൾക്ക് ശേഷം തോൽവി മടക്കുകയാണ് കെ.പി. ഗണേഷ് കുമാർ എന്ന വൻമരത്തെ തോൽപ്പിച്ചു. ആറന്മുളയിൽ അബിൻ വർക്കി വലിയ തോതിൽ ലീഡ് ഉയർത്തിയാണ്. 7400 പിന്നിട്ടിരിക്കുന്നു അബിന്റെ ലീഡ്. ആറന്മുളയിൽ വളരെ മികച്ച ലീഡുമായി അബിൻ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. ജനസംസാരം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. അബിൻ വർക്കി ജയിച്ചിരിക്കുന്നു 12011 വോട്ടുകൾക്ക്. പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നു. ഉറപ്പാക്കിയിരിക്കുന്നു. കൂട്ടി അക്കൗണ്ട് തുറന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടാകും. ഗോവിന്ദ ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദ ആയത്.
വല്ലാത്ത ചതിയായി. നമുക്ക് പറയാം ചുവപ്പ് മാഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ? കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ചുവപ്പ് അത് നേരത്തെ പോയി. തൂത്തുകൂട്ടി ഇവിടെ ഒളിച്ചു പോകുന്നത് ചുവപ്പ് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരം ഗംഭീരം ഗംഭീരം. എന്ത് കസറത്ത് ചെയ്താലും CPM ഈ ഇലക്ഷനിൽ ജയിക്കില്ല. കാരണം 10 കൊല്ലം ഭരിച്ച CPM അവരുടെ അഴിമതിയും ശബരിമല കൊള്ളയും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ജനങ്ങൾ മടുത്തു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു ആന്റി CPM ഇലക്ഷൻ ആയിരുന്നു. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം. നിയമത്തിന് ജനങ്ങളുടെ പ്രധാന സേവകനായി മാറും. നിയമത്തിന് ജനങ്ങളുടെ ഇന്ന് അവര് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് അവരെ സേവിക്കാൻ. ഞാൻ ഇന്നു മുതൽ നിയമത്തിന് ജനങ്ങളുടെ പ്രധാന സേവകനായി മാറും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. BJP വിജയം കുറിച്ചിരിക്കുന്നു. കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ താമര വിരിഞ്ഞ് നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ 2011 തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് 2026 എത്തുമ്പോൾ 15 വർഷം കൊണ്ട് ആ ചാത്തന്നൂരിലെ BJP ആ മണ്ഡലം പിടിച്ചെടുത്തിരിക്കുന്നു. എന്തായാലും ഒരു അപ്രതീക്ഷിത വിജയം തന്നെ വന്നു. നമ്മൾ പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളിൽ പിന്നോട്ട് പോയെങ്കിലും ചാത്തന്നൂരിൽ BJP വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. ചാത്തന്നൂരിലെ താമരപ്പാടത്തിലൂടെ നടന്നു നീങ്ങുകയാണ് BB ഗോപകുമാർ. നിൽക്കുമ്പോൾ BJP എന്റെ എല്ലാ പ്രവർത്തകരും എന്റെ സഹപ്രവർത്തകരും എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒപ്പം അവർ അധ്വാനിച്ച് എന്റെ ഒപ്പം എന്നെ ജയിപ്പിക്കാൻ ഒരു കഠിന അധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകർക്കും ഞാൻ കൗൺസിലർമാരും മേയറും ഡെപ്യൂട്ടി മേയറും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ? ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. അത് പലരും മനസ്സിലാക്കിയ ആഘോഷിക്കാനുള്ള നിർണായകമായ ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. വിരിഞ്ഞിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ താമരയ്ക്ക് വളക്കൂറുള്ള മണ്ണ് ഉണ്ടാവില്ല എന്ന ആ ഒരു കാൽക്കുലേഷൻ, ആ ഒരു ചിന്ത അസ്ഥാനത്താണ്. ഇപ്പൊ ആകെ ഉണ്ടായിരുന്നത് മുൻപ് നേമത്ത് മാത്രം വിരിഞ്ഞ ഏകതാമരയാണ് നിയമസഭയിൽ. അതുപോലെ തൃശ്ശൂർ വിരിഞ്ഞ താമര ലോക്സഭയിലേക്ക്. ഇപ്പോൾ ഇതാ 3 സീറ്റുമായി BJP സാമാന്യം മെച്ചപ്പെട്ട ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? നോക്കൂ, ഇരുധ്രുവ സംവിധാനത്തിൽ UDF LDF സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വയബിൾ തേർഡ് ഫ്രണ്ടായി വരാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്.